ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് മൊബൈലിൽ അൽപാരി ആപ്പിൽ എങ്ങനെ എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലോഗിൻ ഡീറ്റെയിൽസ് ആയ ഇമെയിലും പാസ്വേഡും ടൈപ്പ് ചെയ്യുക. അതിനകത്ത് സൈൻ ഇൻ കൊടുക്കുക. നമ്മുടെ മെയിലിലേക്ക് ഒരു OTP പോയിട്ടുണ്ട്. ആ OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് അടിക്കുക. ഇപ്പം നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ആയിട്ടുണ്ട്. അതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ ബോട്ടം അതിനകത്ത് ഫണ്ട്സ് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് INR ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് INRൻ്റെ അവിടെ മിനിമം ഡിപ്പോസിറ്റ് വേണ്ടുന്നത് 3500 ആണ്. 3500 അതിൽ കൂടുതലുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യുക. കൺഫേം ക്ലിക്ക് ചെയ്യുക. ഞാൻ എൻ്റെ അക്കൗണ്ട് ഓൾറെഡി വെരിഫൈ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് നേരെ അടുത്ത പേജിലേക്ക് പോകുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് വെരിഫൈ ചെയ്യേണ്ടതാണ്. നമുക്ക് വന്നിരിക്കുന്നത് ബാങ്ക് നെയിം, അക്കൗണ്ട് ഹോൾഡർ നെയിം, IFSC കോഡ്, അക്കൗണ്ട് നമ്പർ. സ്റ്റെപ്പ് 1-നകത്ത് ഇത്രയും ഡീറ്റെയിൽസ് കാണാം. ഞാനിപ്പോൾ ഇത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാ ലൊക്കേഷനിലും ഒരേ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണോ എന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഹോൾഡറുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ത്രൂ ഈ അക്കൗണ്ടിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം സ്റ്റെപ്പ് 2-ലേക്ക് സ്ക്രോൾ ചെയ്യുക. നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ത്രൂ ട്രാൻസാക്ഷൻ ചെയ്തതിന് ശേഷം അതിനകത്തൊരു UTR നമ്പർ ഉണ്ടാവും. പിന്നെ നമുക്ക് ആ ട്രാൻസാക്ഷൻ ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ആവശ്യമാണ്. ട്രാൻസാക്ഷൻ നമ്പർ ഓർ UTR നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മുടെ ആ UTR നമ്പർ ടൈപ്പ് ചെയ്യുക. ആ സ്ക്രീൻഷോട്ട് ഈ ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഇവിടെ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം മറ്റേ അടിയിൽ ഐ പെയ്ഡ് എന്ന് എഴുതി വെച്ചേക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എൻ്റെ UTR നമ്പർ ടൈപ്പ് ചെയ്യുന്നതും സ്ക്രീൻഷോട്ട് അറ്റാച്ച് ചെയ്യുന്നതും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്തതിന് ശേഷം UTR നമ്പറും സ്ക്രീൻഷോട്ടും അറ്റാച്ച് ചെയ്തതിന് ശേഷം മാത്രം അടിയിലെ ഐ പെയ്ഡ് ക്ലിക്ക് ചെയ്യുക. ഇത് മിനിമം അരമണിക്കൂർ തൊട്ട് സമയമെടുക്കും ഇത് ഡിപ്പോസിറ്റ് ആകുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എമൗണ്ട് അക്കൗണ്ടിൽ റിഫ്ലക്റ്റ് ആകുന്നതിന് വേണ്ടി കാത്തിരിക്കുക.